എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞ ഉപമയാണ് താലന്തുകളുടെ ഉപമ. മത്തായി 25:14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു. യജമാനൻ പരദേശത്തേക്ക് യാത്ര പോകുന്നതിന് മുൻപ് തൻ്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിക്കുന്നു. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്ന ക്രമത്തിൽ ദാസന്മാരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് സമ്പത്ത് ഏൽപ്പിച്ചത്. 15-ാം വാക്യം. നാളുകൾക്ക് ശേഷം മടങ്ങി വന്ന യജമാനൻ ദാസന്മാരുമായി കണക്ക് പരിശോധിക്കുന്നു. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി നേടി, 2 ലഭിച്ചവൻ 2 കൂടി നേടി. ഇവർ ഇരുവരും ലഭിച്ച താലന്ത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. താലന്തുകൾ വർദ്ധിപ്പിച്ചവരെ യജമാനൻ അഭിനന്ദിക്കുന്നു. അവരുടെ വിശ്വസ്തത യജമാനനെ ആകർഷിക്കുന്നു. അവരെ തൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. 25-ന്റെ 21, 23 വാക്യങ്ങൾ. 1 താലന്ത് ലഭിച്ചവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്തില്ല എന്ന് മാത്രമല്ല, യജമാന്റെ സ്വഭാവത്തിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. യജമാനെ കുറിച്ച് ഈ ദാസൻ പറയുന്നത്, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതരാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നാണ്. 24-ാം വാക്യം. അവന്റെ കുറ്റപ്പെടുത്തലുകൾ ഒരളവ് വരെ വിജയിച്ചു എങ്കിലും ദുഷ്ടദാസനെ എന്ന് വിളി അവനെ ഞെട്ടിപ്പിച്ചു കളയുകയും അവനെ ഏൽപ്പിച്ചിരുന്ന താലന്ത് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം ഉണ്ട് എന്ന് ഈ ഉപമ നമ്മെ ഓർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യത്യസ്തമാണ്. ചിലത് ഏറിയും ചിലത് കുറഞ്ഞും ഇരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് 1 താലന്തെങ്കിലും ലഭിക്കാത്ത ആരും തന്നെ ഈ ലോകത്തിൽ ഇല്ല. ലഭിച്ചത് താലന്തുകളുടെ എണ്ണത്തിൽ അല്ല, ലഭിച്ചത് എത്രയായിരുന്നാലും അതുകൊണ്ട് നാം എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാന സംഗതി. അതോടൊപ്പം ലഭിച്ച താലന്തുകൾ വലുതോ ചെറുതോ എന്തായിരുന്നാലും അവയ്ക്ക് നാം നന്ദി പറയുകയും വേണം. അതിനു പകരമായി മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ധനം, കീർത്തി, സൗന്ദര്യം മുതലായ താലന്തുകൾ എന്തുകൊണ്ട് എനിക്ക് നൽകിയില്ല എന്ന് ദൈവത്തോട് പരാതിപ്പെടുകയാണ് സാധാരണ നാം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് നാം ചിന്തിക്കാറേയില്ല. ഒരിക്കൽ ദൈവം താൻ സൃഷ്ടിച്ച പക്ഷിജാലങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ സങ്കടമോ ഉണ്ടോ? ഈ സമയം മയിൽ നൃത്തമാടി സന്തോഷമറിയിച്ചു, പൂങ്കുയിൽ നീട്ടി ചൂളമടിച്ചു, കുരുവികൾ സംഘഗാനം പാടി, തേനീച്ചപ്പറ്റം മൂളിപ്പറന്നു, തത്തമ്മ പാട്ടുപാടി. എവിടെയും നിറഞ്ഞു കവിഞ്ഞ സന്തോഷം. എന്നാൽ അരിപ്രാവ് മാത്രം ദുഃഖഭാവത്തിൽ മാറി നിൽക്കുന്നു. പ്രാവിൻ്റെ സങ്കടത്തിൻ്റെ കാരണം ദൈവം തിരക്കി. പ്രാവ് പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്തുകൊണ്ട് മയിലിൻ്റെ മനോഹര തൂവലുകൾ എനിക്ക് നൽകിയില്ല? എന്തുകൊണ്ട് പൂങ്കുയിലിൻ്റെ ചൂളമടി നൽകിയില്ല? എന്തുകൊണ്ട് തത്തമ്മയുടെ സൗന്ദര്യം നൽകിയില്ല? ദൈവം ഇങ്ങനെ പറഞ്ഞു, പ്രാവേ, നിന്റെ ഭാവശുദ്ധിയും ശാലീനതയും സൗമ്യതയും മറ്റു പക്ഷികൾക്ക് കൊടുത്തേക്കൂ. അവരുടെ തൂവലുകളും ചൂളംവിളിയും സൗന്ദര്യവും ഒക്കെ നിനക്ക് തന്നേക്കാം. ദൈവത്തിൻ്റെ ഈ വാക്കുകൾ പ്രാവിൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇത് ഒരു ഭാവന കഥയാണ്. എന്നാൽ ചിന്തിക്കുക, ഈ പ്രാവിനെ പോലെയല്ലേ നാം എല്ലാവരും? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകളുടെയും അനുഗ്രഹങ്ങളുടെയും മഹത്വം അറിയാതെ നമുക്കില്ലാത്തതും മറ്റുള്ളവർക്കുള്ളതുമായ അനുഗ്രഹങ്ങളെ കണ്ട് ദുഃഖിക്കുകയല്ലേ നാം ചെയ്യുന്നത്? ദൈവം നൽകിയിട്ടുള്ള താലന്തുകളുടെയും അനുഗ്രഹങ്ങളുടെയും ആകെ തുകയാണ് നാം ഓരോരുത്തരും. അതിൽ സൗഭാഗ്യകരവും നിർഭാഗ്യകരവുമായ അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമാകുന്നതെല്ലാം തന്നെ
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. സൗഭാഗ്യകരമെന്ന് നാം കരുതുന്നവയേക്കാൾ നിർഭാഗ്യമെന്ന് നാം കരുതുന്നതായിരിക്കാം നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങൾ ദൈവത്തിൻ്റെ ശാപമല്ല. ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം ജഡത്തിൽ എനിക്ക് നൽകിയ ശൂലമാകുന്നു എന്നാണ്. 2 കൊരിന്ത്യർ 12:7 അതായത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിമിത്തം നാം അഹങ്കരിക്കാതിരിപ്പാനായി നൽകുന്ന ചെറിയ ചെറിയ അടികളാണ് നമ്മിലുണ്ടാകുന്ന ദുഃഖങ്ങൾ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, താലന്തുകൾ വലുതോ ചെറുതോ എന്തായിരുന്നാലും അവയെ വ്യാപാരം ചെയ്ത് അധികമായി നേടി ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചയായി അർപ്പിക്കാം. കർത്താവേ, നീ എനിക്ക് നൽകിയിട്ടുള്ള താലന്തിൽ കൂടി ഞാൻ നേടിയതെല്ലാം നിന്റെ സന്നിധിയിൽ കാഴ്ചയായി അർപ്പിക്കുന്നു. ആമേൻ. സ്നേഹസാഗരമേ, കാരുണ്യവാരിധേ, വാണരുളേണമേ എന്നുള്ളിലെന്നും. ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളിയിടണമേ. എന്നെ നീ കാത്തരുളിയിടണമേ. എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എൻ്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എങ്കിലും യേശുവേ, നിൻ മഹാകാരുണ്യം എന്നിലേക്കൊഴുകിയല്ലോ. എന്നെ നിൻ സന്നിധി ചേർത്തുവല്ലോ. സ്നേഹസാഗരമേ, കാരുണ്യവാരിധേ, വാണരുളേണമേ എന്നുള്ളിലെന്നും. ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളിയിടണമേ. എന്നെ നീ കാത്തരുളിയിടണമേ.